മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് കോക്രോച്ച് ജനതാ പാർട്ടിയെ വലിയ സംഭവമാക്കിയിട്ട് വലിയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സുഡാപ്പികളാണെങ്കിൽ അതിനേക്കാൾ വലിയ ആവേശത്തിലാണ്. സുഡാപ്പികളിൽ പ്രധാനിയായിട്ടുള്ള ആബിദ് അടിവാരമൊക്കെ രംഗത്തെത്തിയിട്ട് ജൻസികളോട് തെരുവിലിറങ്ങിയിട്ട് വെടിയേൽക്കാനൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അത്തരത്തിൽ ആബിദ് അടിവാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. പ്രമുഖ മാധ്യമങ്ങളിലെ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ ഒരു പടി കൂടി മറികടന്നുകൊണ്ട്, മറ്റു മാധ്യമങ്ങളെയൊക്കെ ഒരു പടി കൂടി മറികടന്നുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിയൊക്കെ ചാനൽ ചർച്ചയിലേക്ക് എത്തിച്ചിട്ട് വലിയ ചർച്ച ചെയ്യാം, വലിയ സംഭവമാക്കിയിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് പൊട്ടിമുളച്ചിട്ടുള്ളൊരു കുറച്ച് ആൾക്കൂട്ടത്തെ വലിയ സംഭവമാക്കാൻ എങ്ങനെയാണ് ബോധവും വിവേകമുള്ള ആളുകൾക്ക് സാധിക്കുക? ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നൊരു ഒരു പ്രതിനിധിയെ വിളിച്ച് ചാനൽ ചർച്ചയിലേക്ക് പോലും ഒരു ചർച്ചയ്ക്ക് ഇരുത്തണമെങ്കിൽ ഇതൊന്നും നിഷ്കളങ്കമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒക്കെ വിവേകത്തോടുകൂടി മലയാളികൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശില്, നേപ്പാളില് ജൻസി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കലാപമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ കലാപം, മരണത്തെ പോലും താഴെ ഇറക്കിയിട്ടുള്ള വലിയ കലാപം. അത്തരത്തിലുള്ള ഒരു കലാപ ശ്രമമാണോ ഇവിടെ ആളുകൾ നടത്താൻ ശ്രമിക്കുന്നത്? നമ്മൾ വലിയ ഗൗരവത്തിൽ ഇത് നോക്കിക്കാണേണ്ടത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി വെല്ലുവിളിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെയാണ്, നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസിനെയാണ് വെല്ലുവിളിക്കുന്നത് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. ഇവിടെ ആളുകൾ, പ്രമുഖ മാധ്യമങ്ങൾ ജൻസി എന്ന് മൊത്തമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക്, ഈ രാജ്യത്തിന്റെ മൊത്തം ജൻസി ഒന്നും ഉളുപ്പുണ്ടെങ്കിൽ പറയരുത്. ഈ രാജ്യത്തെ ജൻസിയിൽ 10% കുറവുള്ള ആളുകൾ ഒരു കൂട്ടമായിട്ടുണ്ടായി. അത്ര മതി അതിനൊക്കെ. ഈ പറയുന്ന വലിയ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മറികടന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് 18 മില്യൺ, 1,80,00,000-ലും അധികം ആളുകളൊക്കെ വന്നു എന്നൊക്കെ വലിയ സംഭവമാക്കി വിളിച്ചു പറയുന്നുണ്ട്. അപ്പോ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 89 ലക്ഷം ആളുകൾ. അതേപോലെ കോൺഗ്രസിന്റെ ഫോളോവേഴ്സ് ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും വിളിച്ചു പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ അധികം ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എത്തി എന്നാ പറയുന്നത്. കോൺഗ്രസിന് വെറും 13,40,000 ആളുകൾ മാത്രമേ ഉള്ളൂ. രാജ്യത്തെ രണ്ടാമത്തെ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിന് വെറും 13,40,000 ആളുകൾ മാത്രമേ ഉള്ളൂ. ഇത് മിണ്ടുന്നേ ഇല്ല. ഏതായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയില്ലേ. പിന്നെ ഈ രാജ്യത്തിനൊരു പ്രധാനമന്ത്രിയുണ്ട്, നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 10 കോടിയിലും അധികം ആളുകളാണ്. ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടി 1,80,00,000-ൽ അധികം ആളുകൾ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. പക്ഷെ അതൊന്നും ഈ രാജ്യത്തെ ജൻസിയാണ് എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു വരുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സിന്റെ ആ ലിസ്റ്റ് ഒക്കെ എടുത്ത് പരിശോധിക്കാൻ പറ്റൂ. പാകിസ്ഥാനികളുടെ ഒരു കുത്തോയ്ക്ക് അതിലുണ്ട്, ബംഗ്ലാദേശികളെ ഒരു കുത്തോയ്ക്ക് അതിലുണ്ട്, അതിൽ അമേരിക്കൻസ് ഉണ്ട്, അതിൽ സൗദി അറേബ്യൻ ആളുകളുണ്ട്, അതിൽ UAE ആളുകളുണ്ട്. എടുത്തു നോക്കിയോ? ഇതൊക്കെ കൃത്യമായിട്ട് ആ ഫോളോവേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ പാകിസ്ഥാനും ബംഗ്ലാദേശിലെയും ടോട്ടൽ ജനസംഖ്യ എന്ന് പറയുന്നത് 40 കോടിയിലും അധികം ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇനിയും ഫോളോവേഴ്സ് വരും. കാരണം എന്താ? ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി വിദേശത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആശയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കാൻ മനഃപൂർവ്വം രാജ്യത്തിന്റെ പുറത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ്. അമേരിക്കയിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ള ആളുള്ളത്. ഈ രൂപീകരിച്ചിട്ടുള്ള ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആള് AAPയുടെ സോഷ്യൽ മീഡിയ വിങ്ങിൽ കേജ്രിവാളിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാ. ഈ കേജ്രിവാളല്ലേ ഈ അടുത്ത് രാജ്യത്തെ ജൻസിയോട്
നേപ്പാളിലും ബംഗ്ലാദേശിലും ഉള്ളതുപോലെ തെരുവിലിറങ്ങാൻ കലാപത്തിന് ആഹ്വാനം ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം മറ്റെന്തെങ്കിലാണോ? ഇതേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലേത് ഉൾപ്പെടെ നടന്നുള്ളത് 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിൽ തമിഴ്നാട്ടിലും ശരിയാണ്, റിസൾട്ടൊക്കെ കൊള്ളാം. അതേസമയം ആസാമിലും ബംഗാളിലും നടന്നത് കള്ളത്തരമാണ്, തട്ടിപ്പാണ് എന്നൊക്കെ ഉളുപ്പും മാനവുമുള്ള ആർക്കെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കും? താൻ ജയിച്ചിടത്തൊക്കെ ഓക്കെ, താൻ ജയിച്ച തമിഴ്നാട്ടിലും താൻ ജയിച്ച ഈ പറയുന്ന കേരളവും ശരിയാണ്, അത് നല്ല രീതിയിൽ നടന്നു. താൻ 8 നിലയിൽ പൊട്ടിയ ബംഗാളിലും അസമിലും ശരിയല്ല, അവിടെയൊക്കെ തട്ടിപ്പാണ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യം രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇത്തരം വലിയൊരു സമൂഹം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നുണ്ട്. ഈ രാജ്യം ഒന്ന് തകരണമെന്ന് ഈ രാജ്യത്തിന്റെ പുറത്തുള്ള ഒരുപാട് സംവിധാനങ്ങൾക്ക്, ലോകത്തെ പ്രധാനപ്പെട്ട കോടീശ്വരന്മാർ, ലോകത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലെയും പ്രധാനികൾ നമ്മുടെ രാജ്യം ഒന്ന് തകർക്കാൻ 24 മണിക്കൂറും പണിയെടുക്കുക. അവരുടെ സ്പോൺസേഡ് മാത്രമാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. ഈ കേരളത്തിലൊക്കെ ഇതൊക്കെ ആരാണ്? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഏറ്റെടുത്തത് ആരാ? ആബിദ് അടിവാരത്തിന്റെ ഒരു പോസ്റ്റ് ആണെന്ന് വായിച്ചേൽപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെയായി ബന്ധപ്പെട്ട്. ഇന്ന് കോക്രോച്ച് പാർട്ടിയുടെ അക്കൗണ്ട് പൂട്ടി. ഇന്നലെ നോർവീജിയൻ ജേർണലിസ്റ്റ് ഹെലയുടെ അക്കൗണ്ട് പൂട്ടി. ചൈന അരുണാചൽ പ്രദേശിൽ കടന്നു കയറിയപ്പോൾ അവരുടെ ആപ്പ് നിരോധിച്ചു. ഇലക്ഷൻ കമ്മീഷനെതിരെ എഴുതിയപ്പോൾ എൻ്റെ FB അക്കൗണ്ട് പൂട്ടി. എതിർ ശബ്ദങ്ങളെ നേരിടുന്നതിൽ BJP ജാഗരൂകമാണ്. അവരുടെ പ്രതികരണം പക്ഷേ അങ്ങേയറ്റം ദുർബലമാണ്. നെഞ്ചു വിരിച്ചു നിൽക്കാൻ യുവത തയ്യാറായാൽ വെടിവെച്ചു കൊല്ലുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ BJPക്ക് സാധിക്കില്ല. നിങ്ങൾ കേട്ടില്ലേ? നെഞ്ചു വിരിച്ചു നിൽക്കുന്ന യുവത തയ്യാറായാൽ വെടിവെച്ചു കൊല്ലുകയാണെങ്കിലും ജനങ്ങൾ യുവതയോട് തെരുവിലിറങ്ങാൻ വിദേശത്ത് സുഖിച്ചിരുന്നുകൊണ്ട് ആബിദ് അടിവാരമൊക്കെ പ്രഖ്യാപിക്കുന്നത് എന്താണ് ലക്ഷ്യം? ഈ രാജ്യത്തിന്റെ തകർച്ചയല്ലേ? പിന്നെ ഇവൻ വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് പൂട്ടിയോന്നൊക്കെ. എൻ്റെ അക്കൗണ്ട് പൂട്ടിയത് ആരാ? കേരള സർക്കാരാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ല. പിന്നെ ഈ പറയുന്ന നോർവീജിയൻ എന്നൊക്കെ പറഞ്ഞുള്ള ജേർണലിസ്റ്റിന്റെ അക്കൗണ്ട് പൂട്ടാൻ ഈ പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അവിടെ, അതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തക അത്തരത്തിൽ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറയുന്ന അതേ ആളുകൾ എക്സ് അക്കൗണ്ട് അവരുടേത് നമ്മൾ പൂട്ടിയെന്ന് എന്തിനു പറയാ? ഈ രാജ്യത്തെ പൗരയാണോ ആ മാധ്യമ പ്രവർത്തക? ആ രാജ്യത്തെ പൗര. എക്സ് അക്കൗണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെതല്ല, അത് പുറത്തൊരു രാജ്യം. അപ്പോ ഈ പറയുന്ന നോർവേ പോലെയുള്ള അവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരുടെ അക്കൗണ്ട് പൂട്ടിയാൽ നമ്മുടെ രാജ്യത്തിന് എന്ത് ബന്ധം? സകലതും നമ്മുടെ രാജ്യമാണ് ചെയ്തത് എന്നൊക്കെ പറയാൻ ഇവരെ പോലെയുള്ള നിറകെട്ടവന്മാർ മത്സരിച്ചോണ്ടിരിക്കുക നിരന്തരം. ഈ കോക്രോച്ച് ഈ പറയുന്ന അക്കൗണ്ട് പൂട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം ഇൻസ്റ്റഗ്രാം ഒന്ന് തുറന്നു നോക്കിയാൽ പോലെ അക്കൗണ്ട് ഇല്ല അവിടെ. 18 ഈ പറയുന്ന 1,80,00,000-ലധികം ആളുകൾ ഫോളോ ചെയ്ത് 10,000-20,000 ഉള്ള എക്സ് അക്കൗണ്ടിൽ എന്തോ സംഭവിച്ചു എന്നാ പറയുന്നത്. ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നത് ചെയ്യുന്നിടത്തോളം ആർക്കും ഇവിടെ അക്കൗണ്ടുകളൊക്കെ ഈ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ? ഇവിടെ മീഡിയ വൺ വർക്ക് ചെയ്യുന്നില്ലേ? ഈ പറയുന്ന ആബിദ് അടിവാരത്തെക്കാൾ എത്ര വലിയ രീതിയിൽ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെതിരെ നിരന്തരം സംസാരിച്ച മീഡിയ വൺ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നില്ലേ? എന്നിട്ട് എൻ്റെ അക്കൗണ്ട് കേന്ദ്ര സർക്കാർ റേഞ്ച് ഒന്നും അതിന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൂട്ടാൻ മാത്രം റേഞ്ച് ഒന്നും ഈ ആബിദ് അടിവാരത്തിൽ കേരള സർക്കാർ ഇടപെട്ടതാണ്. അത് അതിൻ്റെതായ വിഷയങ്ങൾ ചെയ്തതുകൊണ്ട് മീഡിയ വണ്ണിനൊന്നും ചെയ്യാതെ ഇവിടെ സകല സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഇത് മലയാളികൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഒരു സ്വാതന്ത്ര്യത്തിലും ഒരു രീതിയിലും കേന്ദ്ര സർക്കാർ കൈ കടത്തുന്നില്ല. രാജ്യത്തിന്റെ സുരക്ഷയെ ആര് മറികടന്നാലും അത് കടക്കൽ കത്തി വെക്കണ്ടേ? ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കലുള്ളൂ. ഇതൊക്കെ സകല ആളുകളും ഈ കോക്രോച്ച് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്തൊരു കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുക. ഈ രാജ്യത്ത് ജൻസി എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങാൻ നിൽക്കുന്ന കൂറകളോട് കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് പറയാം. നിങ്ങളെയൊക്കെ നേരിടാൻ നിങ്ങളെക്കാൾ അധികം ഈ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഒരു ജൻസി ഈ രാജ്യത്തുണ്ട്. ഈ ജൻസി മാത്രം മതി ഈ തെരുവിലിറങ്ങുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ നേരിടാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഇവിടെ ഇന്ത്യൻ സൈന്യമൊക്കെ
ഇത് ബംഗ്ലാദേശും ഇത് നേപ്പാളൊന്നല്ല. ഈ രാജ്യത്തിന് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സൈനിക സംവിധാനമുള്ള ഒരു രാജ്യ. ഈ രാജ്യത്ത് അടക്കി ഭരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, അതിനൊരു സംവിധാനമുണ്ട്. ഇതിനൊക്കെ മറികടന്നിട്ട് ഈ രാജ്യത്തിന് ഒരു പോറല് പോലും ഏൽക്കാൻ ഈ ഇന്നലെ മുളച്ചു പൊന്തിയിട്ടുള്ള ഒരു കൂറകൾക്കും സാധിക്കില്ല എന്നുള്ളതും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.